എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോ പൈനാപ്പിളും പിന്നെ കരിവേപ്പിലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു. പക്ഷേ അതിൽ തൊട്ട് മുമ്പേ ഞാൻ ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ നമ്മളതിലൂടെ വടക്കൻ മലബാറിലുള്ള നേന്ത്രപ്പഴം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉണക്കിയായിരുന്നു, അതായത് ബനാന പിഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് അന്ന് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്, അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറഞ്ഞൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 6 കിലോ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം എടുത്ത് പഴുത്തതായിരിക്കണം നമ്മളിതെടുക്കുമ്പോൾ. കാരണം എന്താണ് ഏറ്റവും നല്ല പഴം. പിന്നെ ഇത് ഞാൻ 6 കിലോ എനിക്ക് പിന്നെ കിട്ടിയത്. അപ്പോൾ 6 കിലോ ഒരു കൊലയാണ്. അപ്പം കിട്ടി. ഞാൻ അതിൻ്റെ പിന്നെ തോടൊക്കെ ഒഴിവാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ 4.5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് ഞാനതങ്ങനെ നമ്മുടെ മെഷീനുള്ളിലേക്ക് കയറ്റി വെച്ചതാണ്. എന്താ നോക്കിക്കോ. അപ്പോൾ ഇതിനൊന്നും ഉണക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. നമുക്കൊരു ടൂറ് പോകുന്ന സമയത്തും അതുപോലെ കുട്ടിയൊക്കെ അധികം പഴുത്ത പഴം തിന്നാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ തോലിൻ്റെ നിർദ്ദനം മാറുമ്പോൾ തന്നെ അവർ കഴിക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത പീസുകൾ കൊടുക്കുമ്പോൾ അത് കുട്ടി നല്ല ടേസ്റ്റായിട്ട് തിന്നാൻ ചെയ്യും. ഇതൊരു ക്രിസ്പി മാതിരി ഉണ്ടാവും. ഒരു ക്യാൻഡിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഞാനിതിങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെ ട്രയലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മെഷീൻ ഓൺ ചെയ്യാം. വാതിലടക്കട്ടെ. അപ്പം അടച്ചു കഴിഞ്ഞു. അങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാണ്. നമ്മുടെ സ്റ്റെബിലൈസറിലേക്കാണ് കറണ്ട് പോയത്. സ്റ്റെബിലൈസർ വർക്കായി. അപ്പോൾ ഇനി സ്വിച്ച് പവർ ബട്ടൺ ഓൺ ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബനാന പിക്കിനെ പറ്റി ഞാൻ പറഞ്ഞത്, അതായത് കായ ഉണക്കിയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പാക്ക് ചെയ്ത്, ഇതാണ് ബനാന പിക്ക്. അതായത് പഴത്തിൻ്റെ ഒരു കളറും പോകുന്നില്ല, ഇതിൻ്റെ ടേസ്റ്റും അതേപോലെ ഇരിക്കുന്നതാണ്. ഇതാണ് സാധനം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ കഴിഞ്ഞതെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു സാധനം, ഒരു വൈറ്റമിൻസ് ഇതിന് പോകുന്നില്ല, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഇത് നല്ല മോയ്സ്ചറൈസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതിൽ ഈർപ്പത്തിനെ കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടച്ച് പൂർവ്വസ്ഥിതിയിൽ വിൽക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അച്ചൂസിൻ്റെ പുതിയൊരു ഉൽപ്പന്നം ഞാനിപ്പം പാക്ക് ചെയ്ത്